മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ തറവാട്ടിനെക്കാട്ടി എനിക്ക് ഏറ്റവും സമാധാനമുള്ളത് ഇവിടെയാണെന്ന് പറയുകയാണ് കണ്ണനോട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഹി പറയുന്നു, അത് അവർക്കൊരു ബുദ്ധിമുട്ടാകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണൻ പറയുന്നു, നിനക്ക് അവരെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, അവർക്ക് നമ്മളോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ തന്നെ സ്ഥിര താമസമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പോൾ മഹി പറയുന്നു, അത് പറയണ്ട കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ മാത്രം മതി. കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാൻ കഴിയും. അതുകൊണ്ട് കണ്ണേട്ടൻ ഇനി ആ കാര്യം പറയരുത് എൻ്റെ അടുത്തെന്ന് പറയുകയാണ്. പിന്നീട് അനന്തുവും ലേഖയും കണ്ണനും മഹിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അവർക്ക് എല്ലാം പറയേണ്ടത് മാർക്കോയുടെ കാര്യമാണ്. മാർക്കോ എന്ന ഗുണ്ടയെക്കുറിച്ച്, മാർക്കോയുടെ നല്ല ഒരു രീതിയെക്കുറിച്ചും ഞങ്ങളെ ഇത്രയും 2-3 പ്രാവശ്യം മാർക്കോ എന്നെയും മഹിയെയും മാറി മാറി രക്ഷപ്പെടുത്തിയതിൻ്റെ ഒരു സന്തോഷവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ ലേഖ പറയുന്നുണ്ട്, ഞാനും മഹിയും പിന്നെ മാർക്കോയുടെ ഫാൻസായി മാറിയിരിക്കുകയാണെന്ന് പറയും. ഞങ്ങൾക്ക് 2 പേർക്കും അയാളെ കാണാൻ വലിയ ആഗ്രഹമാണെന്ന്, നമുക്ക് എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണം എന്ന് അനന്തുവിനോട് ലേഖ പറയുന്നുണ്ട്. അങ്ങനെ അപ്പം അനന്ത് പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ഗുണ്ടയുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. ഗുണ്ട എന്ന് പറയലേ അനന്തുവേട്ട, എൻ്റെ സഹോദരനെ പോലെ തന്നെയാണ്, എൻ്റെ രക്ഷകനാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. ഗുണ്ടയെന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് വളരെ വിഷമമാകുന്നു അനന്തുവേട്ട, അങ്ങനെ പറയല്ലേ എന്ന് മഹി പറയുകയാണ്. പിന്നീട് പ്രതാപൻ്റെ വീട്ടിൽ മുത്തശ്ശി ആകെ വിഷമത്തിലാണ്. രാത്രി മുതൽ രാവിലെ വരെ മുത്തശ്ശി ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് പ്രതാപനെ. പക്ഷേ പ്രതാപനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. പ്രതാപൻ്റെ ഒരു വിവരവും അറിയുന്നില്ലല്ലോ എന്നോർത്ത് മുത്തശ്ശിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഉടനെ തന്നെ ഉണ്ണിയെയും കരുണയെയും വിവരം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയാണ് ഫോൺ എടുക്കുന്നത്. ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഇതെന്താ സംഭവിച്ചത്, എപ്പോഴാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് കരുണ ആകെ വിഷമിക്കുന്നു. എന്താ ഉണ്ണിയേട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സമാധാനമായിട്ടിരിക്കും മുത്തശ്ശി, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അന്വേഷിക്കാമെന്ന് പറയുകയാണ്. ഞാൻ കരുണയ്ക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് കരുണയിലോട്ട് ഫോൺ കൊടുക്കുന്നു. കരുണ പറയുന്നു, എന്ത് പറ്റി മുത്തശ്ശി, എൻ്റെ അച്ഛൻ എന്താ പറ്റി, എൻ്റെ അച്ഛനെ എനിക്കിപ്പോൾ കാണണം, എൻ്റെ അച്ഛന് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കരുണ. എൻ്റെ അച്ഛൻ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ ഇവിടെ നിന്നും പോയത്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛന് എന്താ സംഭവിച്ചത് മുത്തശ്ശിയെ ഒന്ന് പറയുന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ കരയാണ്. അപ്പോഴേക്കും ദുർഗ വരുന്നുണ്ട്. ദുർഗ പറയുന്നത്, എടാ എന്നെ ഇപ്പോൾ മേഘം വിളിച്ചു, മാമേട്ടനെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. 2 പേരും കൂടെ എങ്ങോട്ടോ പോയിരിക്കുന്നു, എന്ത് പറ്റിയോ എന്താണോ സംഭവിച്ചതെന്ന് ആരെയും വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയും ആകെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, എന്താണെങ്കിലും എല്ലാവരും സമാധാനമായിട്ടിരിക്കും, ഞാൻ അന്വേഷിക്കാമെന്ന് പറയുകയാണ് ഉണ്ണി. പിന്നീട് പ്രതാപൻ കിടക്കുന്ന ഹോസ്പിറ്റൽ കാണിക്കുകയാണ്. അങ്ങനെ പ്രതാപൻ്റെ കാലും കയ്യും എല്ലാം ഒടിഞ്ഞാകെ വല്ലാത്ത അവസ്ഥയിലാണ്. പ്രതാപനെ കണ്ണുപോലും തുറക്കാൻ കഴിയാതെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, ഇനി പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ തനിക്ക് കഴിയില്ല, താൻ കുറേ കാലം വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പ്രതാപനുള്ള വൻ തിരിച്ചടിയാണ് സംഭവിക്കുന്നത്. എന്നും കണ്ണനെ കളിയാക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രതാപന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇനിയൊരു പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.